ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോൾഡർ പെയിൻ വന്നു, ജോയിന്റ് പെയിൻ വന്നു. ഇതൊക്കെ സർവ്വസാധാരണമാണ്. വർക്കൗട്ടിന് പോണ ആളാണ്. ജീൻസ് പാൻറ്റും ടീഷർട്ടും. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോങ് ലെങ്തി വീഡിയോ. ലെങ്ത് ഉള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ആവും, നന്നായിട്ടുണ്ടാവുമോ എന്നൊന്നും അറിയാം. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ എല്ലാവരും പഠിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുകയാണെങ്കിൽ എനിക്കൊരു പ്രചോദനമാവുമായിരുന്നു. മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് ഇപ്പോൾ ഞാൻ നന്നായി ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇച്ചിരി ഹെൽത്തി ആയി വരുന്നുണ്ട് കേട്ടോ, പഴയ പോലെ തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് നടക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഇടിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലെത്തിയപ്പോൾ ഒരുത്തി ട്രെയിനൊക്കെ നോക്കി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയുന്നത്, നാളെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനൊക്കെ നോക്കിയിരിക്കുക. 5000 രൂപ ഹോസ്റ്റലിലെ റെന്റ്, 5000 രൂപ ഹോസ്റ്റലിലെ റെന്റ് എടുത്തിട്ട് മാസത്തിൽ 28 ദിവസം വീട്ടിലായിരിക്കും. 2-3 ദിവസം ഇവിടെ നിന്നാലാ. ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. കള്ള വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. നീ നോക്കുന്നതിന് മുന്നേ നീ വീടെത്തും. വീട്ടിലെത്തിയിട്ടാ നോക്കാറുണ്ട്. അങ്ങനെ അവൾ പോവാണ്ടിരിക്കാനുള്ള മാക്സിമം പരിപാടി ഞാൻ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ കയ്യിലിരിക്കുന്ന ആ ബ്ലൂ കളർ സാധനം നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനുള്ള സാധനം കേട്ടോ. എപ്പോഴും ഞാൻ കൈ കൊണ്ടൊക്കെ ആയിരുന്നു ആക്കാറ്. പക്ഷേ എൻ്റെ കൈ കൊണ്ടാക്കുമ്പോൾ കയ്യിലുള്ളവർക്ക് കൂടി മുഖത്ത് പറ്റണ കാരണമാണോന്നും അറിയില്ല, എനിക്ക് വല്ലാണ്ട് റിസൾട്ട് ഫേസ് വാഷ് ഒന്നും കിട്ടാറില്ല. അല്ലെങ്കിൽ റിസൾട്ടൊന്നും ഉണ്ടാവില്ല, ക്ലീൻ ആവുക മാത്രമാണ്. പക്ഷെ എന്നാലും കുറച്ച് ആ പിമ്പിൾസൊക്കെ ഒന്ന് ഒതുങ്ങാൻ തുടങ്ങി ആ മുഖത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ. അപ്പോൾ നമുക്കിനി നേരെ വർക്കൗട്ട് ചെയ്യാൻ പോകാം. ഞാൻ വർക്കൗട്ട് ചെയ്യണില്ല, കാരണം അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവസാനം ഉള്ളതടി കൂടി പോയി കഴിഞ്ഞാൽ പണിയും. വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസിനും ഗെയിൻ ചെയ്യാനും വെയിറ്റ് ലോസ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഭയങ്കര പാടാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ചിലർക്ക് സിമ്പിളായിരിക്കും. ബട്ട് ആ പറ്റിയ Shall we go, Rosh? കള്ളി പെണ്ണ് 4 മണിക്ക് 4 മണിയല്ല 5:30 അല്ല 6 മണി കഴിഞ്ഞ് എന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണേ. ഉത്തരവാദിത്തം തീരെ ഇല്ല. ഓക്കെ, ബൈ ബൈ, പോയിട്ട് വരാം. Okay guys, we are going to workout നോക്കിക്കാണ്. ഞാനിപ്പോ ഇവളാണ് വർക്കൗട്ട് ചെയ്യാൻ പോണത്. പക്ഷെ ലുക്ക് എൻ്റെ വർക്കൗട്ടിന്റെ ലുക്ക് എൻ്റെ. ഇവള് വർക്കൗട്ടിന് പോണ ആളാണ്. ജീൻസ് പാൻറ്റും ടീഷർട്ടും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ അവള് ചുരിദാറായിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ ക്ലിഞ്ഞോൾക്ക് നിൽക്കാൻ പോയി. നമ്മളവിടെ നിന്ന് 1 കിലോമീറ്റർ ഒന്നും തികച്ചൊന്നും ഇല്ല കേട്ടോ. എത്രയോ മീറ്റർ സംതിങ് ഉള്ളൂ, ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ വീഡിയോ എടുക്കണേലോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണേലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരണുണ്ടോ. കാരണം നെക്സ്റ്റ് വീഡിയോയിൽ എന്നാലും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ശരിക്കൊരു വിൻറ്റേജ് ലുക്കില്ലേ ഈ കാണാനായിട്ട്. അപ്പുറത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ. എന്താണ് എറണാകുളം സി ക്യാബിനാണോ ഡി ക്യാബിനാണോ? ഡി ക്യാബിനാണെന്ന് തോന്നുന്നു. ചില സമയത്ത് നോർത്തിലൊക്കെ നിൽക്കുമ്പോൾ ട്രെയിൻ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ടാവും. പക്ഷേ അവസാനം കൊണ്ട് ഡി ക്യാബിലോ അല്ലെങ്കിൽ സി ക്യാബിലോ നിൽക്കും. ആ ക്യാബിനാണ് അതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത്. കണ്ടു ഗായ്സ്, ഞാൻ എറണാകുളം ബെസ്റ്റ്. ഇത് സി ക്യാബിനാണ്. അതെ, അതിനകത്ത് സി ക്യാബിനാണ് എഴുതിയിരിക്കുന്നു. സി ക്യാബിനാണ് ഇവിടെ. ഈ ഭാഗത്താണ് അപ്പോൾ സാധാരണ ട്രെയിൻസ് നിർത്താറ്, നോർത്ത് എത്തണേക്കാൾ മുന്നേ. ഇതെന്ത് ഗേറ്റാ? എന്തോ ഒരു ഗേറ്റ് മഞ്ഞ കണ്ടോ. കാണാവുന്ന 2 സാധനങ്ങളാണ് ഈ 2 പശുക്കളും അവിടെയുള്ളൊരു. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോയില് ഏതൊരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പശുവിനെ, ദിസ് പശു. ഇവന്മാരൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം ആൾക്കാര്. കണ്ടോ, ഞാൻ പറഞ്ഞ വ്യൂ കണ്ടു ഗേസ്. ഇവിടെ കുളമാണോ വെള്ളം കെട്ടിക്കിടക്കണതാണെന്ന് അറിയില്ല. ഇവനെന്താ ഇങ്ങനെ നോക്കുന്ന? ഇഷ്ടപ്പെട്ടു. അതെ,
ഗസ് ഇതാണ് നമ്മൾ ക്ലിഞ്ഞോക്ക് പോകാനുള്ള വഴി. ഈ ഒരു വ്യൂ അടിപൊളിയായിട്ടില്ല ഇവിടെ ഈ കാറും ഇതുവരെയും തെളിയാത്ത ഒരു സംഭവമാണ്. എങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു എന്നുള്ളത് അത് ശരിയാട്ടോ, മാത്രമേ അത് ശരിയാ. ഈ കാർ എങ്ങനെ ഇതിന്റെ പൊക്കത്തേക്ക് കയറ്റിന്ന് തമ്പുരാനറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ റോഷയുടെ കുരുതി കൊടുക്കാൻ പോയി. ഇന്നലെ അവിടെ പോയിട്ടുള്ള ചക്രശ്വാസങ്ങൾ കാണാം. ക്ഷീണം തീർന്നിട്ടില്ല. ഇന്നലെ വല്ലാണ്ട് ക്ഷീണമൊന്നുമില്ല. അവിടെ ആദ്യമായിട്ട് ആ സാധനങ്ങളിലെ തുടർന്നതിന്റെ ഒരു ആകാംക്ഷ. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ജസ്റ്റ് ഒന്ന് ഷോൾഡർ പെയിൻ വന്നു, ജോയിന്റ് പെയിൻ വന്നു. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഓക്കെ, പക്ഷെ ഇന്നലത്തെക്കാളും കവർ ചെയ്യുന്ന റോഷന വാക്ക് തന്നിട്ടുണ്ട്. ഊഞ്ഞാല് വേണമെങ്കിൽ എത്ര നേരം ഒരാളാണ് ഞാൻ. ഈ സ്ഥലത്തിന്റെ പേരല്ല കേട്ടോ ക്ലിഞ്ഞോന്ന്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പ് ഞാൻ കാണിച്ചത്. ഈ ഷോപ്പിന്റെ പേരാണ് ക്ലിഞ്ഞോന്ന്. ഫസ്റ്റ് ഞാൻ ക്ലിഞ്ചോ എന്നായിട്ട് പറയാം, പക്ഷെ ക്ലിഞ്ഞോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആ ഷോപ്പിന് ആ പേര് വന്ന കാരണമാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ഒരു ക്ലിഞ്ഞോ എന്നുള്ളൊരു പേര്. ഈ കാറാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് കാർ. ഇത് ഞാൻ എപ്പോൾ ഇവിടെ ആദ്യമായിട്ട് എപ്പോൾ വന്നു അപ്പം തൊട്ട് ഇപ്പം വരെ ഉണ്ട് ഈ കാർ. ജീൻസൊക്കെ ഇട്ടിട്ടാണല്ലോ വർക്കൗട്ട് ചെയ്യാൻ പോണേ. അത് കുറേ നേരമായിട്ട് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ആ സാധനത്തിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി. പക്ഷെ അതിന് കയറ്റിയിരുത്തിട്ട് കാര്യമില്ല, അതിന് കാലത്തില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ പാട് നോക്കി പോയിട്ട് അപ്പോഴേക്കും റോഷനയ്ക്ക് ഇവിടെ വേഷം കെട്ട് തുടങ്ങി. ചെയ്യടി നീ ചെയ്യേ, അതങ്ങനെ നമുക്ക് പെയിനൊക്കെ ഉണ്ടാവും. ആ കൊച്ചുണ്ടോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. പിന്നെ ചെയ്തവളെ ഷോൾഡർ പെയിനൊക്കെ എടുക്കാൻ തുടങ്ങി. പെരുമാറത്തോട്ട് നോക്കിയപ്പോൾ ഇച്ചിരി ഇരുട്ടി തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്നൊന്ന് ചെയ്തിട്ട് പോവാന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഞാൻ അവളെ ചെയ്യിപ്പിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റോഷനെ കുരുതി കൊടുക്കാൻ പോവാ. അവൾ ഈ സാധനങ്ങൾ കാണുമ്പോഴേക്കും മലനടിച്ച് വീഴാണ്. അവൾക്ക് BP കൂടി, പ്രഷർ കൂടി, കൂടാത്തൊന്നുമില്ല, എല്ലാം കൂടി. കണ്ടന്റിന് വേണ്ടിട്ട് എന്തോ കേട്ടില്ല, എന്തായിരുന്നു? എനിക്കൊരു കണ്ടന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം. എന്നാലേ നീ എന്റെ കണ്ടന്റ് പുഴുങ്ങി തിന്നാ മതി. ഇന്നലെ കഞ്ചാവല്ലത് ബിസ്മിയിൽ ഇന്നലെ പോയതിന്റെ ബില്ലാണ്. ഇന്നലെ പോക്കറ്റിൽ ഇട്ടതാ, ഇന്ന് വരെയായിട്ട് അത് കളഞ്ഞിട്ടില്ല. അതായത് പാൻറ് കഴുകിയിട്ടില്ലെന്നർത്ഥം. സമയം ഇപ്പോൾ 6:44. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് നടക്കാൻ പോവാം കേട്ടോ. രണ്ടുപേർക്കും അത്യാവശ്യത്തിന് നന്നായി വിശപ്പുണ്ട്. വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു റോസ്? കൊള്ളാം. കൊള്ളാം എന്റെ എല്ലാ ക്ഷീണവും മുഖത്ത് കാണാം. വല്ലാണ്ടൊന്നും വല്ലാണ്ട് ചെയ്തില്ല എന്നല്ല, ആദ്യമായി ചെയ്തപ്പോ അത്യാവശ്യം കുറച്ച് ചെയ്തു. പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടി ചെയ്യണം. ഞങ്ങൾ കൊല്ലടി. ഒരു സാധനം കാണിച്ചു തരാട്ടോ. ഇത് കുറച്ചുകൂടി സൺസെറ്റ് അല്ല, ഈ സൺലൈറ്റ് ഒക്കെ വരില്ലേ ആ സമയത്തൊക്കെ, ആ പൂവൊക്കെ ആ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമുണ്ട്. അതാണ് ഞാൻ അതാണ് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തന്നത്. അല്ല റോഷന, അതെ എല്ലാം കഴിഞ്ഞപ്പോ നല്ല വിശപ്പുണ്ട്. കാശിന് നമുക്ക് വീട്ടില് ബീഫ് ബിരിയാണി അല്ല, വീട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞ, സോറി, ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് അപ്പം എഗ് കറി, മുട്ടക്കറി ഇത് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ 2 ഇടിയപ്പവും മത്താരിയിൽ തിന്നിട്ട് അത് ദഹിച്ചിട്ട് പോലില്ല. അപ്പോഴേക്കും അടുത്ത വിശപ്പ് വരാൻ തുടങ്ങി. ഐ തിങ്ക് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ വല്ല കൊക്കപ്പുഴും ഉണ്ടാവുമോ? ഒരു കൊക്കപ്പുഴും ഇല്ല. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു? ഇന്നല്ലേ വിശന്നുള്ളൂ. ഇന്നല്ല, എനിക്ക് എന്നും വിശക്കും. അത് ശരി, പക്ഷെ അതിന്റെ അഹങ്കാരൊന്നും കൊച്ചിന്റെ മുഖത്ത് എവിടെയും കാണാനില്ല. അപ്പൊ നമുക്ക് ഇനി ഹോസ്റ്റലിൽ പോയിട്ട് കാണാം. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഒരു 7:45 ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു ഇന്ന്.
അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ബിസ്മിന്ന് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് എന്തിനാ വന്നത് ഞാൻ പറഞ്ഞാലെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സ്മൂത്തിക്ക് വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ്, ഓട്സ്, പീനട്ട് ബട്ടർ, പിന്നെ മിൽക്ക്, പിന്നെ ഒരു ബനാന, അതൊക്കെ കൂടി ഇട്ട് അടിച്ചിട്ട് ഒരു സ്മൂത്തി പോലെ കുടിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ആ സാധനങ്ങൾ മൊത്തമില്ല, അതാണ് ഞാനൊരു വീഡിയോ ഇട്ട് കാണിക്കാത്തത്. പിന്നെ കാണിച്ചു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.